ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നതിനാൽ ആദിയും ഗോകുവും ഷെബിയും എത്തുമ്പോഴേക്കും രാത്രി 3 മണി കഴിഞ്ഞിരുന്നു. പ്രിയ മുറി അകത്ത് നിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതി അവൾ ഉണർത്തി ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചു ആദി മറ്റൊരു മുറിയിലാണ് കിടന്നത്. രാവിലെ 7 മണി നേരത്തെ എഴുന്നേറ്റ് പ്രിയ കുളിച്ച് ഫ്രഷായി സാരി ഉടുക്കാൻ വേണ്ടി ബ്ലൗസും പാവാടയിട്ട് നിൽക്കുന്ന സമയത്താണ് ഡോറിൽ തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. ആരാത്? അമ്മയാണോ? അമ്മ, ഞാനിപ്പോൾ തുറക്കാവേ, ഒരു 5 മിനിറ്റ്, പ്രിയ വിളിച്ചു പറഞ്ഞു. അമ്മയല്ല, നിന്റെ അച്ഛൻ. ഡി ബട്ടർഫ്ലൈ, ഡോർ തുറക്ക്, ഇത് ഞാനാ. ആദിയുടെ ശബ്ദം കേട്ടതും പ്രിയ ഡോർ ചെറുതായി തുറന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കി. ആ നിമിഷം ആദ്യ അകത്ത് കയറി ഡോർ അടിച്ച് തിരിഞ്ഞതും പാവാടയും ബ്ലൗസും മാത്രമിട്ട് നിൽക്കുന്ന പ്രിയയെ കണ്ടു അവൻ്റെ കണ്ണുകൾ വിടർന്നു. ഇതേ സമയം ടവൽ ചുറ്റി നിൽക്കുന്ന ആദിയെ കണ്ട് അവൾ വായും പൊളിച്ചു നിൽപ്പുണ്ട്. എൻ്റെ ആദി, ഹൈദരാബാദ് ടു കൊച്ചി നീ കോസ്റ്റ്യൂമിലായിരുന്നോ? നീ വാഷ്റൂമിൽ നിന്നും ഡയറക്റ്റ് ഫ്ലൈറ്റ് കയറിയാ? ഞാൻ ഇന്നലെ രാത്രി 3 മണിക്ക് തന്നെ ലാൻഡ് ചെയ്തതാ. മറ്റേ മുറിയിലായിരുന്നു ഉറക്കം. ഞാൻ നേരത്തെ എഴുന്നേറ്റ് ഫ്രഷായി. നിന്നെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി വിളിച്ചില്ലെന്നേ ഉള്ളൂ. പിന്നെ ഉടുക്കാനൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ വരേണ്ടി വന്നു. അല്ല, നീ ഇതെന്താ രാവിലെ തന്നെ സാരിയൊക്കെ ഉടുത്ത് സീരിയൽ മരുമോളാവാനുള്ള പുറപ്പാടിലാണോ? അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. അവളുടെ വെളുത്ത അണിവയറിൽ പൊക്കിൽ ചുഴിക്ക് മേലെയായി അവൻ വാങ്ങിച്ചു കൊടുത്ത ഹിപ്പ് ചെയിൻ പറ്റിച്ചേർന്ന് കിടക്കുന്നത് അവൻ നോക്കി നിന്നു. അവൻ്റെ ആ നോട്ടം താങ്ങാനാവാതെ അവൾ മുഖം തിരിഞ്ഞു നിന്നതും അവൻ പിന്നിലൂടെ ചെന്ന് അവളെ ഇറുകെ പുണർന്നു. എന്ത് പറ്റി എൻ്റെ ബട്ടർഫ്ലൈക്ക്? ഇന്നലെ ഹോസ്പിറ്റലിൽ പോയെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ പോയതിൽ പിന്നെ നീ ഒന്നും കഴിച്ചില്ലേ? ആകെ ക്ഷീണിച്ചല്ലോ. എന്നെ ഓർത്ത് ഊണും ഉറക്കവും ഇല്ലായിരുന്നോ? പ്രിയയുടെ നഗ്നമായ വയറിലൂടെ വട്ടം ചുറ്റിപ്പിടിച്ച് അവളുടെ പിൻകഴുത്തിൽ ചുംബിച്ചുകൊണ്ടവൻ ചോദിച്ചു. അന്നേരം അവൻ്റെ സ്വരം ആർദ്രമായിരുന്നു. ഇതൊന്നും അല്ലാതെ തിരിഞ്ഞു നോക്കാതെ അവൾ പറഞ്ഞു. പിന്നെ അത് പിന്നെ പറയെൻ്റെ ബട്ടർഫ്ലൈ. ആദി, അവർ ലിറ്റിൽ പ്രിൻസ് ഓർ പ്രിൻസസ് ഓൺ ദി വേ. അത് കേട്ടതും ആദ്യം അവളെ തനിക്ക് അഭിമുഖമായി നിർത്തി സത്യമാണോ എന്ന പോലെ അവളുടെ കണ്ണിലേക്ക് പ്രണയത്തോടെ നോക്കിയതും അവൾ നാണത്തോടെ തലയനക്കി. ശരിക്കും? വിശ്വാസം വരാതെ അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. യെസ്, യു ആർ ഗോയിങ് ടു ബി എ ഡാഡ്. പ്രിയ അത് പറഞ്ഞതും ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൻ അവളെ ഇറുകെ പുണർന്നു. ഹേയ് പപ്പ, പതുക്കെ പതുക്കെ, ഇങ്ങനെ കെട്ടിപ്പിടിച്ചെന്നെ വേദനിപ്പിക്കല്ലേ. ആ നിമിഷം ആദിക്ക് ചിരിയും കരച്ചിലും ഒരുമിച്ച് വന്നു. അവൻ അവളിൽ നിന്നും മനസ്സില്ലാ മനസ്സോടെ അടർന്നു മാറി. ആദിയുടെ നിറഞ്ഞ കണ്ണുകൾ കാണവേ പ്രിയ അത് തുടച്ചു കൊടുത്തു. താങ്ക്സ്, അവളുടെ കവിളിൽ അമർത്തി മുത്തിക്കൊണ്ടവൻ പറഞ്ഞു. ആ നിമിഷം പ്രിയ അവനെ കൂർപ്പിച്ചു നോക്കി. അല്ലെങ്കിലും ഞാൻ എന്തിനാ നിന്നോട് താങ്ക്സ് പറയുന്നത്? ഇതുപോലൊരു അൺഎക്സ്പെക്റ്റഡ് സർപ്രൈസ് തന്നതിന് നീയല്ലേ എന്നോട് താങ്ക്സ് പറയണ്ടേ? ആദി കള്ളച്ചിരിയോടെ പറഞ്ഞു. ഓഹോ, അപ്പോൾ കരുതിക്കുട്ടി തന്നെയല്ലേ നീ? അപ്പോൾ ഇതുപോലൊരു ന്യൂസ് പ്രതീക്ഷിച്ചിരുന്നു? എന്നെ പറ്റിച്ചതല്ല ദുഷ്ട. അതും പറഞ്ഞ് അവൾ അവൻ്റെ കവിളിൽ നന്നായിട്ടൊന്ന് കടിച്ചു. പിന്നല്ലാതെ, ജാതിമരം കൊലുക്കിയിട്ട പോലെ ചുറ്റില്ല നമ്മുടെ പിള്ളേർ. ഇപ്പോഴേ തുടങ്ങി വെച്ചാലേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ. ആദ്യം ഒരു കുഞ്ഞാദി, പിന്നെ ഒരു കുഞ്ഞു പ്രിയ, വീണ്ടും കുഞ്ഞാദി, പിന്നെ കുഞ്ഞു പ്രിയ, പിന്നെയും കുഞ്ഞാദി, പിന്നെയും കുഞ്ഞു പ്രിയ, പിന്നെയും കുഞ്ഞാദി, പിന്നെയും. ആദി കുസൃതിയോടെ അങ്ങ് പറയുകയാണ്. നിർത്ത്, ഞാൻ വെള്ളമടിച്ച തലയ്ക്ക് വെളിവില്ലാതെ നേരത്ത് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞെന്ന് വെച്ച് നീ അതൊക്കെ സത്യമാണെന്ന് കരുതിയോ? അതുമല്ല, ഞാൻ 5 അങ്ങ് സ്റ്റോപ്പ് ചെയ്തിരുന്നു. നീ ഇപ്പോൾ പറഞ്ഞിടത്തേക്ക് എന്നെ 7 ഇങ്ങനെ പെറ്റുകൂട്ടാൻ ഞാൻ എന്തോ പൂച്ചയോ പട്ടിയോ വല്ലതുമാണോ? ഓൺലി 2, എന്നെ കൊണ്ട് അത്രയും പറ്റത്തുള്ളൂ. അല്ല, ഇതുപോലൊരു ഹാപ്പി ന്യൂസ് ഏത് നിമിഷം എക്സ്പെക്ട് ചെയ്ത് നീ എന്തിനാ ഇപ്പം അച്ഛനാവാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ഇങ്ങനെ ഓവർ എക്സ്പ്രഷൻ ഇട്ട് ചളാക്കിയത്? പറയൂ മിസ്റ്റർ അധിക്ഷങ്കർ. പോടി വികാരമില്ലാത്ത ജീവി. നിനക്കിപ്പോഴത്തെ എൻ്റെ ഫീലിങ്സ് പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ രക്തത്തിലൊരു കുഞ്ഞ് നിൻ്റെ വയറ്റിൽ വളരുന്നു എന്നറിഞ്ഞാൽ ഞാൻ നിന്നെപ്പോലെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കണമെന്നാണോ നീ പറയുന്നത്? എന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ ഇത്തിരി ഇമോഷണലായെന്നൊക്കെ വരാം. അതുകൊണ്ട് ഞാൻ കരഞ്ഞെന്നും ചിരിച്ചെന്നും ഒക്കെ ഇരിക്കും. ചിലപ്പോൾ കുപ്പി പൊട്ടിച്ചെന്നും വരാം. എനിക്കിത് ആഘോഷിക്കണം, മതി വരുവോളം ആഘോഷിക്കണം എന്നും പറഞ്ഞ ആദി അവളെയും കൈകളിൽ കോരിയെടുത്ത് ബെഡിനരികിലേക്ക് നടന്നു. പ്രിയയെ ബെഡിൽ കിടത്തി ഇതെൻ്റെ ബട്ടർഫ്ലൈക്ക് എന്നും പറഞ്ഞ് അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി. ശേഷം ഇതെൻ്റെ ലിറ്റിൽ ബട്ടർഫ്ലൈക്ക് എന്നും പറഞ്ഞു അവളുടെ വയറിൽ ചുണ്ടമർത്തി. വീണ്ടും അവൻ്റെ ചുണ്ട് അവളുടെ നെറുകയിൽ അമർന്നു. പ്രിയ, നിനക്കെന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? അവളുടെ കണ്ണിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ടവൻ ചോദിച്ചു.
ആ നിമിഷം അവൻ്റെ കൈ അവളുടെ വയറിനെ തലോടുന്നുണ്ടായിരുന്നു. എന്തിന്? നീ പ്രതീക്ഷിക്കാതെ നിനക്കിതുപോലൊരു ഗിഫ്റ്റ് തന്നതിന്. ഇപ്പോൾ ദേഷ്യമൊന്നുമില്ല, ആദ്യം ചെറിയ ദേഷ്യം തോന്നിയിരുന്നു. പ്രതീക്ഷിക്കാതെ ഇതുപോലൊരു ന്യൂസ് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. ഞാൻ അമ്മയാവാൻ തീരെ പ്രിപ്പയർഡ് അല്ലായിരുന്നു. സാരമില്ല, വൈകാതെ എല്ലാം ശരിയായിക്കോളും. നീ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നേ എനിക്കറിയാം. അതുപോലെ നന്ദിനി അമ്മയും ശങ്കരച്ചനും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഒപ്പം മുത്തശ്ശിമാരും എല്ലാവരും ഇന്നലെ എന്നെ മത്സരിച്ച് തീറ്റിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ലാൻഡിയാ? ഇന്നലെ എത്തി. ഒപ്പം അരുന്ധതി മുത്തശ്ശിയെ പുതിയൊരു ഓർഡർ ഇറക്കുകയും ചെയ്തു. ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് നമ്മുടെ 3ാം വിവാഹം. ആഹാ, അടിപൊളി. അല്ലെങ്കിലും ഷെബിയുടെ കല്യാണവും ഫസ്റ്റ് നൈറ്റും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതാ ഒന്നുകൂടെ കെട്ടിയാലോന്ന്. ഷോ, എനിക്ക് വീണ്ടും ഫസ്റ്റ് നൈറ്റ്. എനിക്ക് വയ്യ. അവളുടെ താടി പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ടവൻ പറഞ്ഞു. ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യം നീ മിണ്ടരുത്. നമ്മുടെ കല്യാണത്തിന് സാക്ഷ്യം വഹിക്കാനേ നിൻ്റെ പ്രൊഡക്റ്റും കൂടിയുള്ളതേ നീ മറന്നുപോയോ? നിന്നെപ്പോലെ അഡ്വഞ്ചർ ആവാതിരുന്നാൽ മതിയായിരുന്നു. ഞാനാണല്ലോ പ്രൊഡ്യൂസർ, അപ്പോൾ അഡ്വഞ്ചർ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അല്ലേ ലിറ്റിൽ ബട്ടർഫ്ലൈ? ആദ്യം അവളുടെ വയറിൽ ഒന്നുകൂടി ചുണ്ടമർത്തിക്കൊണ്ട് പറഞ്ഞു. ലിറ്റിൽ ബട്ടർഫ്ലൈ കേൾക്കാനൊരു സുഖമില്ല. കുഞ്ഞിപ്പൂമ്പാറ്റ അത് മതി. അതാവുമ്പോൾ ഒരു ഓമനത്തൊക്കെയും ഫീൽ ചെയ്യുന്നുണ്ട്. എടി, നീ ഇതെന്തിനാ ഈ പാവാട ഇങ്ങനെ മുറുക്കി കെട്ടിയിരിക്കുന്നത്? എൻ്റെ കുഞ്ഞിപ്പൂമ്പാറ്റയ്ക്ക് വേദനിക്കില്ലേ? അതുമല്ല, ഈ അരഞ്ഞാണോ? ഇപ്പം വേണ്ട, അഴിച്ചു മാറ്റിയേക്ക്. ഒന്ന് പോയാൽ മതി. ലോകത്തിൽ ആദ്യമായി നടക്കുന്ന സംഭവമാണല്ലോ ഈ പ്രഗ്നൻസി. നീ ഓവറാവുന്നുണ്ട് കേട്ടോ. അതതിൻ്റെ മുറ പോലെ നടന്നോളും. നിൻ്റെ കുഞ്ഞിപ്പൂമ്പാറ്റ ഇവിടെ സേഫാണ്, ഡോൺ വറി. പിന്നെ ഈ ഹിപ്പ് ചെയിൻ അത് വയറൊക്കെ ചെറുതായി വീർത്ത് വരുമ്പോൾ ഞാൻ അഴിച്ചോളാം. നീ ഒന്ന് മാറിക്കാതി. എനിക്ക് മുത്തശ്ശിമാരുടെ കൂടെ അമ്പലത്തിൽ പോകണം. അതിനാണ് ഈ സാരി ഉടുക്കൽ പരിപാടി. നീ വരുന്നുണ്ടല്ലേ, പെട്ടെന്ന് റെഡിയാവ് എന്നും പറഞ്ഞ് പ്രിയ അവനെ തള്ളി മാറ്റി എഴുന്നേറ്റ് സാരി ഉടുക്കാൻ നേരം ആദ്യം ഷർട്ടും മുണ്ടും കൊടുത്ത് റെഡിയാവാൻ തുടങ്ങി. എൻ്റെ മിന്നൂസ, നിനക്ക് എന്തായി പറ്റിയേ? ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുക. ഞാൻ അടുത്ത് വരുമ്പോൾ ഈ എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? ഇനിയിപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യം പേടിച്ചിട്ടാണോ? ഞാനത് പോകുമ്പോൾ ചുമ്മാ പറഞ്ഞതല്ലേ. നീ എപ്പോഴാണോ എന്നെ മുഴുവനായും ആഗ്രഹിക്കുന്നത് അന്ന് മാത്രമേ ഞാൻ നിന്നെ മുഴുവനായി എടുക്കുള്ളൂ. അതുവരെ ഞാൻ കാത്തിരുന്നോളാം. പക്ഷെ എന്നെ ഇങ്ങനെ അവഗണിക്കല്ലേ പെണ്ണെ. അവളുടെ വയറിൽ വട്ടം ചുറ്റി പിടിച്ചുകൊണ്ടവൻ പറഞ്ഞു. വീട്ടിൽ ക്ഷമിക്ക, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഉമ്മ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. പിന്നെ എൻ്റെ ഉമ്മ നീ കരുതുന്ന പോലെ സീരിയൽ അമ്മായിയമ്മയൊന്നുമല്ല, ഒരു സാധുവാ. നീ ഇവിടെ ഒരു പണി എടുത്തില്ലേലും എൻ്റെ ഉമ്മ നിന്നൊന്നും പറയില്ല എന്ന് മാത്രമല്ല പുകം കറുപ്പിച്ച് നിൽക്കുകയില്ല എന്ന് കരുതി എൻ്റെ പാവുമ്മയെ കൊണ്ടേ നീ മുഴുവൻ പണി എടുപ്പിക്കല്ലേ. നിനക്ക് പറ്റാവുന്ന പോലെ ഉമ്മയെ ഹെൽപ്പ് ചെയ്യണം. അവർക്ക് 2 ആൺമക്കളാ. ഉമ്മയ്ക്കുപ്പാക്കും പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം കൂടുതൽ നിന്നോടും കാണും. അതുകൊണ്ട് നീ അവരെ സ്വന്തമായി കരുതി സ്നേഹിച്ചാൽ ഞാനില്ലെങ്കിലും നിനക്കെന്നെ മിസ് ചെയ്യുകയില്ല. 2ആളും പൊളിയാ. പിന്നെ എൻ്റെ അനിയൻ, അവൻ എന്നെക്കാളും 10 വയസ്സിന് ഇളയതാ. നിന്നവന് വലിയ കാര്യമാണ്. എൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നീ നല്ലൊരു മകളാകുമ്പോൾ അവന് നീ നല്ലൊരു ഇത്താത്തയാവണം. കേട്ടല്ലോ? ഇതൊക്കെ ഞാൻ ഇപ്പോൾ പറയുന്നത് എന്തിനാണെന്ന് കരുതും. നീ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. പോവാൻ നേരം പറയാനും വിട്ടുപോയി. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അവൻ പറഞ്ഞതൊക്കെയും അവൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. ഇനി പോണോ നിനക്ക്? അവളൊന്ന് മൂളി. എങ്കിൽ പോയിക്കോ. അവളിൽ നിന്നുള്ള പിടിവിട്ടതും അവൾ അവനെ ഒന്ന് നോക്കി പോവാനൊരുങ്ങി. അതെ, ഞാൻ എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ കുറച്ച് ഡ്രസ്സൊക്കെയും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇന്നെനിക്ക് നിന്നെ അതിൽ കാണണം. ഇപ്പോഴല്ല, രാത്രിയിൽ. എനിക്കൊന്നും വേണ്ട, അവൾക്ക് എന്നെ അങ്ങ് കൊടുത്തേക്ക്. മിന്നു പതിയെ പറഞ്ഞതാണെങ്കിലും ഷെബി അത് വ്യക്തമായി കേട്ടിരുന്നു. അവളോ? എവള്? നിങ്ങൾക്കറിയില്ലല്ലേ ആരാവള്? നിങ്ങളുടെ മറ്റൊരു എക്സാ? ഇത്രയും നേരം മിണ്ടാതിരുന്ന മിന്നു ഇപ്പോൾ ടെറർ മോഡ് ഓൺ ചെയ്തു. ഇല്ലെൻ്റെ മിന്നുവേ, എനിക്ക് നിന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ അറിയില്ല. നീ ആരുടെ കാര്യമായി പറയുന്നേ? ഇനിയിപ്പോൾ എൻ്റെ നാവിൽ നിന്ന് കേൾക്കണോ? എങ്കിൽ കേൾക്കുക മാത്രമല്ല, ഞാൻ കാണിച്ചു തന്നേക്കാം. ദേ ഇവൾ. മിന്നെ തൻ്റെ ഫോണെടുത്ത് ഗാലറിയിൽ നിന്നും ഗൂഗിൾ അയച്ച ഫോട്ടോ അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ പടച്ചോനെ, ഇത് നിതാരയല്ലേ? ഷെബി പറഞ്ഞു. നിതാരയോ പഴുതാരയോ അതൊന്നും എനിക്കറിയില്ല. കൂടെയുള്ളത് ഇങ്ങളാണോ അല്ലയോ? ആണ്, ഷെബി പറഞ്ഞു. അപ്പോൾ തെറ്റ് സമ്മതിച്ചുല്ലേ? ഈ യെല്ലോ കളർ ചുരിദാർ അവൾ ഇന്നലെ ഇട്ടതല്ലേ? അതാണ്, ഷെബി ഒരു നിമിഷം ആലോചിച്ച് നിന്ന ശേഷം പറഞ്ഞു. ഓഹോ, അവളിട്ട ഡ്രസ്സിൻ്റെ കളറും ദിവസവും ഒക്കെ ഓർത്ത് വെച്ചിരിക്കുവാണല്ലേ? ഇങ്ങനെ പോവാന്നേരം ഞാനിട്ട ഡ്രസ്സിൻ്റെ കളർ ഇങ്ങൾക്കറിയോ മനുഷ്യ? അത് പിന്നെ ഷെബി അത് പറയുമ്പോഴേക്കും അവളുടെ മുഖം ചുളുങ്ങുന്നത് ശ്രദ്ധിച്ചതും പെട്ടെന്ന് തന്നെ വൈറ്റല്ല എന്നവൻ ആക്കി തീർത്തു. പിങ്ക് അല്ലേ? അല്ലേ, എങ്കിൽ റെഡ് ആയിരിക്കും. ഷെബി ഓരോ കളറിങ്ങനെ പറയുവാണ്. മാങ്ങാത്തൊലി,
അതും പറഞ്ഞ് മിന്നു അവനെ പിടിച്ച് ബെഡിലേക്ക് ഒരൊറ്റ തള്ളലായിരുന്നു. യെസ്, മാങ്ങാത്തൊലി ഇപ്പോഴാ കിട്ടിയത്. യെല്ലോ ആൻഡ് ഗ്രീനിൽ വരുന്ന ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ്. യെസ്, അത് തന്നെ. ഷെബി പറഞ്ഞു. എൻ്റെ ഡ്രസ്സിൻ്റെ കളർ പറയാൻ 4 വട്ടം ചിന്തിക്കണം. അവളുടേത് എത്ര പെട്ടെന്നാണ് പറഞ്ഞത്. അതും പറഞ്ഞ് മിന്നു പോവാനാഞ്ഞതും ഷെബി അവളുടെ കയ്യിൽ പിടിച്ച് ബെഡിലേക്ക് വലിച്ചിട്ടു അവളുടെ മേലെ അമർന്നു. അവൻ അവളെ ചുംബിക്കാനൊരുങ്ങവേ അവൾ അവൻ്റെ കയ്യിൽ അമർത്തി കടിച്ചതും അവൻ അവളിൽ നിന്നുള്ള പിടി വിട്ടു. എൻ്റെ മിന്നൂസ്, എന്തോന്ന് കടിയായി കടിച്ചത്? നീ പറയുന്ന ഈ അവളുണ്ടല്ലോ, എൻ്റെ സിനിമയിലെ നായികയാ നിത്താര. അവളുടെ ഇന്നലത്തെ സീനിലെ കോസ്റ്റ്യൂമായിരുന്നത്. അതാ ഞാൻ പെട്ടെന്ന് ഓർത്തത്. ഞങ്ങൾ സംസാരിക്കുന്ന ടൈമിൽ ആരോ ഫോട്ടോ എടുത്ത് നമ്മളെ തമ്മിൽ തെറ്റിക്കാം മനഃപൂർവ്വം നിനക്ക് അയച്ചു തന്നതാ. ഇത്രയും പറഞ്ഞതും ഷെബിയുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ വന്നു നിറഞ്ഞതും അവൻ അവളുടെ ഫോൺ എടുത്ത് വാട്സാപ്പ് തുറന്നു നോക്കിയതും ഗൂഗിളിൻ്റെ നമ്പറിൽ വന്ന ഈ ഫോട്ടോ കണ്ടതും അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവൻ മിനിഹയോട് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെയും പറഞ്ഞു. ശരി, ഗോകുവായിട്ട് ഇങ്ങോട്ട് പണിതതാണേലും അവൾ ഒട്ടാൻ വരും ഉറങ്ങുമായിരുന്നു മനുഷ്യ. സൂപ്പർ ഗ്ലൂ ഒട്ടിച്ചു പോലല്ലേ രണ്ടും നിൽക്കുന്നേ. എൻ്റെ മിന്നൂസ്, നിൻ്റെ അരികിലേക്ക് തിരിച്ചു വന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഒന്നും ശ്രദ്ധിച്ചില്ല, സോറി. അവൻ അവളുടെ കരം കവർന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ ഗോകുവേട്ടനോടും ആദ്യേട്ടനോടും ചോദിച്ചിട്ട് ഒന്ന് കൺഫേം ചെയ്തിട്ട് മതി നിങ്ങളുടെ തൊടലും പിടിക്കലൊക്കെയും. പിന്നെ നിങ്ങൾ വലിയ സിനിമാക്കാരനൊക്കെ ആയിരിക്കാം. നിങ്ങളുടെ ആക്ഷൻ പറയലും കട്ട് പറയലൊക്കെ അങ്ങ് സെറ്റിൽ മതി. അതും കൊണ്ട് എൻ്റെ അടുത്ത് വന്നാൽ എൻ്റെ വിധം മാറും. ഇനി ഇമാതിരി എക്സ്ക്യൂസും കൊണ്ട് എൻ്റെ മുന്നിൽ വന്നാൽ ഞാൻ അപ്പോൾ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യും, നോക്കിക്കോ. അല്ലെങ്കിലും അജു അപ്പോഴേ പറഞ്ഞതാ സിനിമക്കാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന്. നീ സിനിമക്കാരെ മൊത്തം ആ കണ്ണിൽ കാണരുത് കുഞ്ഞിപ്പെണ്ണെ. പിന്നെ ആ പെണ്ണിന് നിൻ്റെ അത്ര ഭംഗിയൊന്നും ഇല്ലെന്ന്. ഫുൾ മേക്കപ്പ് അല്ലയോ, അൻ്റേന്ന് നാച്ചുറൽ ബ്യൂട്ടിയല്ലേ. ഷെബി അവളുടെ താടി പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ, ഇനിയും പതപ്പിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. എൻ്റെ ചുണ്ടിലെയും മറുക കണ്ടെത്തി പിന്നെ ഞാൻ മറ്റൊരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കാറില്ല മിൻഹ. വലിയ ഡയലോഗ് അടിച്ചായിരുന്നല്ലോ. നോക്കാഞ്ഞിട്ടാണോ അവൾക്ക് ഭംഗിയില്ലെന്ന് പറഞ്ഞത്? ഇനി ഞാൻ എൻ്റെ മറുകിൻ്റെ ഒരു ഫോട്ടോ എടുത്തേ നിങ്ങളുടെ കയ്യിൽ തരാം. എവിടെ പോകുമ്പോഴും അത് നോക്കുന്നാൽ മതിയല്ലോ എന്നും പറഞ്ഞ് അവനെ പിന്നെയും പിടിച്ച് ബെഡിലേക്ക് തള്ളി അവൾ മുറി വിട്ടിറങ്ങി. അച്ഛനാവാൻ പോകുന്ന സന്തോഷത്തിൽ ആദ്യം തൻ്റെ ഫ്രണ്ട്സിന് കിടക്കാച്ച ഡിന്നർ ഒരുക്കി ക്ഷണിച്ചിരിക്കുകയാണ്. ഗോകുലും മീരയും നേരത്തെ എത്തിയിരുന്നു. നയന അതിലും നേരത്തെ എത്തിയിരുന്നു. ഷെബിയും മിനുവും ഇത് ഇപ്പോഴെത്തിയതേ ഉള്ളൂ. എന്നിട്ടും ശ്യാമും പൂജയും ഇതുവരെ ആയിട്ടും എത്തിയിട്ടില്ല. ഇതേ സമയം പൂജയും ശ്യാമും ആദിയുടെ വീട്ടിലോട്ട് പുറപ്പെട്ടിരുന്നു. കാറിൻ്റെ കോ ഡ്രൈവിംഗ് സീറ്റിൽ പൂജ മുഖം വീർപ്പിച്ച് പുറത്തേക്ക് മിഴികൾ നട്ടിരിപ്പാണ്. ശ്യാം ഇടയ്ക്കിടെ അവളുടെ പ്രവർത്തികൾ വീക്ഷിക്കുന്നുണ്ട്. അവളുടെ മൂഡൊന്ന് ഓക്കെ ആവാൻ അവൻ മ്യൂസിക് സിസ്റ്റം ഓൺ ചെയ്തതും അവൾ അവനെ ദഹിപ്പിച്ച് നോക്കി അത് ഓഫ് ചെയ്തു. നീ എന്തിനാ പൂച്ചക്കുഞ്ഞിങ്ങനെ BP കൂട്ടുന്നേ? ഇങ്ങനെ BP കൂട്ടിയാൽ എൻ്റെ കുഞ്ഞിനാണ് ദോഷം. ഞാൻ വരാൻ ഇത്രേ വൈകി, അത്രയല്ലേ ഉള്ളൂ. മിൻഹയും ഷെബിയും ആണെങ്കിൽ ഇപ്പം എത്തിയതേ ഉള്ളൂ. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേൻ എന്ന് കേട്ടിട്ടില്ലേ? വൈകി എത്തിയാലേ ഇത്തിരി വിലയുള്ളൂ, അത് നിനക്കറിയില്ല? എനിക്ക് അവളുടെ മുന്നിലേ ഇപ്പോൾ ഉള്ള വില മതിയെങ്കിലോ. ഇയാൾക്ക് ഈടെയായി ഇത്തിരി ജാട കൂടുതലാ. നിർഭാഗ്യവശാൽ ഇനി മന്ത്രി എങ്ങാനും ആയാൽ എന്താവുന്നതോ. 7 മണിക്ക് വരാമെന്ന് പറഞ്ഞ് നിങ്ങൾ വന്നത് 8 മണിക്ക്. ഞാനാണെങ്കിൽ 6 മണിക്ക് കെട്ടിയൊരുങ്ങി നിൽക്കുന്നതാ. അപ്പം തന്നെ എൻ്റെ മൂഡ് പോയതാ. അതിനിടയിൽ നിങ്ങളുടെ കൊച്ചിൻ്റെ ചവിട്ടും എനിക്ക് മടുത്തു. ഡെലിവറി ഒന്ന് കഴിഞ്ഞിരുന്നേ. കുഞ്ഞിനെ നിങ്ങളുടെ കൈ തന്നിട്ട് ഞാൻ സ്വസ്ഥമായിട്ടൊന്ന് കണ്ണടച്ചേനെ. ഇങ്ങനെ അറമ്പറ്റുന്ന വർത്താനൊന്നും പറയലെൻ്റെ പൂച്ചക്കുഞ്ഞെ. നീ പോയാൽ ഞാനും നമ്മുടെ കുഞ്ഞു തനിച്ചാവില്ലേ? പോവാനോ? ഇങ്ങോട്ട് പോവാൻ? അല്ല, നീയല്ലേ പറഞ്ഞത് സ്വസ്ഥമായി കണ്ണടച്ചേനെയെന്ന്? ഓഹോ, അപ്പം ഞാൻ ചാവുന്നതും കാത്തു നിൽക്കുവാണല്ലേ ദുഷ്ടൻ. ഞാൻ സ്വസ്ഥമായി ഉറങ്ങുന്ന കാര്യമാണ് പറഞ്ഞത്. ആയിരുന്നോ? വെറുതെ എന്നെ കൊതിപ്പിച്ചു, ശ്യാം ചെറുചിരിയാലെ പറഞ്ഞു. പൂജ അവനെ കൂർപ്പിച്ചു നോക്കി. ആഫ്റ്റർ ഡെലിവറി കൊച്ചിനെൻ്റെ കൈ തന്ന ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കയ്യിൽ കൊച്ചിന് വേണ്ട ഒന്നുമേ ഇല്ല. കുഞ്ഞിന് വിശക്കുമ്പോൾ വല്ല കുടിവെള്ള പദ്ധതിയുടെയും ഫയൽസ് എടുത്ത് കൊടുക്കണമെന്നാണോ നീ പറയുന്നത്? കരച്ചിൽ നിർത്താൻ 4-5 മുദ്രാവാക്യം വിളിച്ചാൽ മതിയോ? ചെങ്കൊടി കയ്യിലേന്തി കളിപ്പിച്ചാൽ മതിയോ? ചോര വീണ മണ്ണിൽ നിന്ന് വരണമെന്ന ആ പാട്ട് പാടി ഉറക്കിയാൽ മതിയോ? മതി നിങ്ങളുടെ തമാശ പറച്ചിൽ. അല്ല, നിങ്ങൾക്ക് ഇന്നെങ്കിലും ഈ മുണ്ടൊന്നും മാറ്റിക്കൂടായിരുന്നോ? അന്നൊക്കെ പാൻ്റൊക്കെ ഇട്ട് വരുമ്പോൾ എന്തൊരു ചുള്ളനായിരുന്നു. ഇതിപ്പോൾ രാംരാജിൻ്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്നത് പോലെ ഏതു നേരവും വെള്ളയും വെള്ളയും. ഇത് കണ്ട് കണ്ട് ഞാൻ ഈ നിറത്തെ പോലും വെറുത്തുപോയി. ഇനി ഇലക്ഷനിൽ ജയിച്ച് മന്ത്രി കൂടിയായാൽ പിന്നെ എന്തൊക്കെ കാണണം എന്തോ. തോറ്റാൽ മതിയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വോട്ടിടില്ല, ഞാൻ മാറ്റിക്കുത്തും. ആണോ? നിൻ്റെ ഒരു വോട്ട് കിട്ടിയിട്ട് വേണം എനിക്ക് ജയിക്കാൻ. നീ പോടി DGPയുടെ മോളെ. ഞാനൊന്ന് ജയിച്ചോട്ടെ. നിൻ്റെ അച്ഛനെ കൊണ്ടേ ഞാൻ എനിക്ക് സല്യൂട്ട് ചെയ്യിപ്പിക്കും, നോക്കിക്കോ. രോമാഞ്ചം രോമാഞ്ചം. പാല് തന്ന കൈക്ക് തന്നെ കൊത്തണം കേട്ടോ. എടാ കള്ള MLA,
എൻ്റെ അച്ഛൻ്റെ സ്വാധീനം ഉപയോഗിച്ചാണ് നീ പാർട്ടിയിൽ കയറിയത്, അത് മറക്കരുത്. ഇല്ലേ കാണായിരുന്നു. നന്ദി വേണോടോ, നന്ദി. ആ നന്ദിയാണല്ലോ അങ്ങേരുടെ മോളോട് ഞാൻ കാണിച്ചത്. അതുകൊണ്ടാണല്ലോ നീ ഇപ്പം എൻ്റെ കാറിനകത്തിരിക്കുന്നതും എൻ്റെ കൊച്ച് നിൻ്റെ വയറിനകത്തിരിക്കുന്നതും. അത് ശരി, ആ നന്ദി കാണിക്കാൻ വേണ്ടിയായിരുന്നോ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചേ? അപ്പോൾ എൻ്റെ അച്ഛൻ ഇയാളെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നേ? മോനെന്നെ തേക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നല്ലേ? പോരട്ടെ പോരട്ടെ, സത്യങ്ങൾ മറന്നീക്ക് പോരട്ടെ. തേക്കാൻ പ്ലാനൊന്നും ഇല്ലായിരുന്നു, പക്ഷേ നിന്നെ നോട്ടിട്ട് കൊത്തിയെടുത്തതേ ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടാണ്. അമ്പിളി മാമനെ വേണമെന്ന് പറഞ്ഞാൽ നിൻ്റെ അച്ഛൻ അതും പിടിച്ചു തരുമെന്ന് എനിക്കറിയായിരുന്നു. എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ കരുക്കൾ നീക്കി. വെരി സിമ്പിൾ. മനസ്സിലായില്ല, പൂജ പറഞ്ഞു. നീ DGP ഹരിദാസ് സാറിൻ്റെ മോളാണെന്നും നിൻ്റെ അച്ഛന് പാർട്ടിയിൽ ചെറിയ പിടിപാടുണ്ടെന്നും അറിഞ്ഞപ്പോൾ നിനക്ക് നേരെ ചൂണ്ടെറിഞ്ഞു നോക്കിയതാ. നീ അതിൽ കൃത്യമായി കൊത്തുകയും ചെയ്തു. ഓഹോ, അപ്പം എന്നെ പ്രേമിക്കുകയായിരുന്നില്ല പ്രധാന ഉദ്ദേശം. എന്നിലൂടെ എൻ്റെ അച്ഛനെ കുപ്പിയിലാക്കി പാർട്ടിയിൽ കയറി അധികാരം നേടിയെടുക്കുക. കുരുട്ട് ബുദ്ധി കൊള്ളാം. നിങ്ങൾക്ക് രാഷ്ട്രീയക്കാരന് വേണ്ട എല്ലാ ഗുണങ്ങളും ഉണ്ട്. എപ്പോഴും തുറന്നു പറയാൻ തോന്നിയല്ലോ. ഞാൻ വെറും മണ്ടി. പൂജയുടെ സ്വരം ഇടറി തുടങ്ങി. പൂജ, നീ ഇങ്ങനെ പെണ്ണുങ്ങല്ല പെണ്ണെ. നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ നീ ഇപ്പം എൻ്റെ കൂടെ ജീവിക്കുന്നത്? എനിക്ക് നിന്നെയും വേണമായിരുന്നു. നിന്നോടുള്ള പ്രണയത്തിൽ ഞാൻ മായം ചേർത്തിട്ടില്ല, ചേർക്കുകയില്ല. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം മന്ത്രി കസേരയാണ്, അതും ആഭ്യന്തരം. പിന്നെ ആഭ്യന്തരം ഇപ്പം കിട്ടും. ഇയാളത് ചോദിക്കാനേ മന്ത്രിസഭ കാത്തിരിക്കുകയാണല്ലോ. നിങ്ങളാണല്ലോ പാർട്ടിയുടെ മുതുക്കൻ നേതാവ്. അപ്പോൾ പിന്നെ ആഭ്യന്തരത്തിൽ കുറഞ്ഞതൊന്നും ചോദിക്കാൻ പാടില്ല. 30 പോലും തികഞ്ഞിട്ടില്ല, അവന് മന്ത്രിയാവണത്രേ. പക്വത ഇല്ലാതെ ഇയാളെ പിടിച്ച് മന്ത്രിയാക്കാൻ ഇത് സിനിമയും സീരിയലും ആണല്ലോ. പൂജ അവനെ പുച്ഛിച്ച് തള്ളി. പൂജ, നിനക്ക് എന്നെ പറ്റി ശരിക്കും അറിയാഞ്ഞിട്ടാണ്. അറിഞ്ഞിടത്തോളം തന്നെ ധാരാളം. അഭിനയ സിംഹം. പൂജ അവന് നേരെ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. ഇല്ല പൂജ, നീ ഇനിയും എന്തൊക്കെയോ അറിയാൻ കിടക്കുന്നുണ്ട്. എനിക്കൊരു ലക്ഷ്യമുണ്ട്. 15 വർഷങ്ങൾക്ക് മുൻപ് മരണത്തോട് മല്ലിടുന്ന സമയത്ത് എൻ്റെ അച്ഛന് കൊടുത്ത വാക്ക് അതെനിക്ക് പാലിക്കണം. അതിന് എനിക്ക് അധികാരം വേണം. അതാണ് എൻ്റെ ലക്ഷ്യം. കുറഞ്ഞ അധികാരമൊന്നുമല്ല, ടോപ്പ് ലെവൽ അതോറിറ്റി. നിനക്ക് എൻ്റെ അച്ഛനെ പറ്റി ഒന്നും അറിയില്ലല്ലോ. എൻ്റെ അച്ഛൻ രാഘവൻ ഒരു നീതിമാനായ പത്രപ്രവർത്തകനായിരുന്നു. മുഖം നോക്കാതെ സത്യങ്ങൾ എവിടെയും വിളിച്ചു പറയാൻ അച്ഛൻ ഒരു മടിയില്ലായിരുന്നു. അതിലൂടെ അച്ഛൻ ഒരുപാട് ശത്രുക്കളെയും സമ്പാദിച്ചിരുന്നു. അന്നൊക്കെ വീട്ടിലെ ലാൻഡ് ലൈനിലേക്ക് നിരന്തരം ഭീഷണി കോൾ വരുമായിരുന്നു. ആദ്യം ഞങ്ങൾക്ക് പേടിയായിരുന്നു, പിന്നീട് അതൊരു ശീലമായി മാറി. അന്ന് നമ്മുടെ നാട് ഭരിച്ചിരുന്നത് ഡേഷ് പാർട്ടിയായിരുന്നു. പാർട്ടിയുടെ മറവിൽ മന്ത്രിസഭയുടെ സഹായത്തോടെ നടക്കുന്ന വൻ അഴിമതി അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും അച്ഛനത് ന്യൂസ് പേപ്പറിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടി. നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും ജനങ്ങളുടെ ക്ഷേമത്തിന് ഉപയോഗിക്കേണ്ട പണം ആവിയായി പോകുന്നു. എങ്ങനെ? പല നേതാക്കന്മാരും മോഹന വാഗ്ദാനങ്ങൾ നൽകി വോട്ട് പിടിച്ചു ജനങ്ങളെ മണ്ടന്മാരാക്കുകയായിരുന്നു. എല്ലാത്തിനും പിന്നിൽ പ്രവർത്തിക്കുന്നത് പാർട്ടിയിലെ മുതിർന്ന 2 നേതാക്കളും. അതും പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന 2 മന്ത്രിമാർ. സ്വന്തം ആവശ്യത്തിന് വേണ്ടി അധികാരം വിനിയോഗം ചെയ്യുന്ന ജനനായകന്മാർ. മുഖം മൂടി അണിഞ്ഞ ചെന്നായ്ക്കൾ. രാത്രിയുടെ മറവിൽ പെണ്ണും കൊലയും ഗുണ്ടായുസവും കള്ളക്കടത്തും അഴിമതിയും കൈക്കൂലിയും മണൽക്കടത്തും എന്ന് വേണ്ട എല്ലാവിധ തെണ്ടിത്തരവും ചെയ്യുന്ന പകൽ മാന്യന്മാരായ രാഷ്ട്രീയ ഗുണ്ടകൾ. വൻകിട വ്യവസായികളിൽ നിന്നും കോടികൾ വാങ്ങി ഇല്ലാത്ത കോടതി ഉത്തരവും പുറപ്പെടുവിച്ചു ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി അന്തിയോളം ജോലി ചെയ്ത് രാത്രിയിൽ ഒരു കൊച്ചു കൂരയിൽ തലചായ്ച്ചുറങ്ങുന്ന പാവപ്പെട്ട ചേരി നിവാസികളെ അവിടെ നിന്ന് കുടിയിറക്കാൻ കൂട്ടുനിൽക്കുന്ന കണ്ണിൽ ചോരയില്ലാത്ത നീചന്മാർ. ഷ്യാമിൻ്റെ മുഖത്ത് അന്നേരം പുച്ഛം നിറഞ്ഞു. ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമാക്കുന്ന ഹോട്ട് ആൻഡ് സെൻസേഷണൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുക എന്നതായിരുന്നു എൻ്റെ അച്ഛന് കൂടുതൽ താല്പര്യം. അങ്ങനെയാണ് അച്ഛൻ ഇതിലേക്ക് എത്തിച്ചേർന്നത്. മന്ത്രിസഭയിലെ ഗുണ്ടായിസവും തെമ്മാടിത്തരവും എന്ന തലക്കെട്ടോടെ ഇതൊക്കെയും തെളിവുകളോടെ അച്ഛൻ പത്രത്തിൽ വാർത്തയാക്കാൻ തീരുമാനിച്ചു. പല പാർട്ടുകളായി വാർത്ത പ്രസിദ്ധീകരിക്കാനായിരുന്നു അച്ഛൻ്റെ തീരുമാനം. ഒരു എതിർപ്പില്ലാതെ ആദ്യ പാർട്ട് പത്രത്തിൽ അച്ചടിക്കാൻ അനുമതി കിട്ടിയതും അച്ഛൻ വെളുക്കും വരെ കുത്തിയിരുന്ന് കാര്യങ്ങൾ റെഡിയാക്കി എന്നല്ലാതെ പിറ്റേ ദിവസത്തെ പത്രത്തിൽ ആ ന്യൂസ് വന്നില്ലായിരുന്നു. ഇത് കണ്ട് അച്ഛൻ വാർത്ത പ്രിൻ്റ് ചെയ്യാൻ ഒന്നുകൂടി അനുവാദം വാങ്ങാൻ പോയതും പ്രസ്സിലെ സീനിയർ അതോറിറ്റി സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല ഒരു കാരണമില്ലാതെ അച്ഛനെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്തു. പക്ഷേ അച്ഛൻ അവിടം കൊണ്ടൊന്നും തളർന്നില്ല. പിന്നീട് അച്ഛൻ കയ്യിലുള്ള തെളിവുകളുമായി ഒരുപാട് മീഡിയാസിൽ കയറിയിറങ്ങി. പേടി കൊണ്ടാവാം എല്ലാവരും റിജക്റ്റ് ചെയ്യുകയായിരുന്നു. അന്ന് സ്കൂളിൽ നിന്നും എന്നെയും പിക്ക് ചെയ്ത് തിരികെ വീട്ടിലേക്ക് മടങ്ങിയ എൻ്റെ അച്ഛനെ എൻ്റെ കൺമുന്നിൽ വെച്ച് കുറേ പേര് ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തി.
അവിടുത്തെ പേര് കേട്ട ഗുണ്ടാ നേതാവും സംഘവുമായിരുന്നു കൊലയ്ക്ക് പിന്നിൽ. കത്തിയിൽ പതിഞ്ഞ ചുടുരക്തം കയ്യിലെടുത്ത് ഒരുവൻ്റെ കവിളിലേക്ക് പതിപ്പിച്ചു. ഞാൻ കണ്ണുകൾ ഇറുകെ പൂട്ടി. പിന്നീട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവർ തിരികെ പോകുന്നത് എനിക്ക് നോക്കി നിൽക്കാനേ ആയുള്ളൂ. കൊലപാതകം നേരിൽ കണ്ടവർ പോലും ഒന്ന് തടയാനോ പോലീസിനെ വിവരം അറിയിക്കാനോ സാക്ഷിമൊഴി നൽകാനോ മുതിർന്നില്ല എന്നത് എന്നെ ഒരുപാട് ദുഃഖത്തിലാഴ്ത്തി. അച്ഛന് നീതി വാങ്ങിക്കൊടുക്കുക എന്നത് ഒരു മകൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. ഞാൻ രണ്ടും കൽപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ഞാൻ നടന്നതൊക്കെയും പോലീസിനോട് പറഞ്ഞു. പക്ഷെ അന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ഹരിദാസ് മേനോൻ കൊച്ചു പയ്യൻ എന്നും പറഞ്ഞു എൻ്റെ പരാതി മുഖവിലക്ക് എടുത്തില്ല എന്ന് മാത്രമല്ല എന്നെ ഉപദേശിച്ചു വിടുകയും ചെയ്തു. കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു. അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി തെളിവുകൾ അദ്ദേഹത്തെ ഏൽപ്പിച്ച എനിക്കും അമ്മയ്ക്കും അനിയത്തിക്കും ആരെയും പേടിക്കാതെ ഇവിടെ തന്നെ ജീവിക്കാമെന്ന്. ഒരു 13-കാരന് അന്ന് എന്ത് ചെയ്യണം എന്നറിഞ്ഞില്ല. നീതിക്ക് വേണ്ടി പല വാതിലുകളും മുട്ടി നോക്കി. പക്ഷെ ആരും സഹായിച്ചില്ല. DCPയേക്കാൾ ഉയർന്ന പോലീസിനെ കാണാൻ വേണ്ടി ദിവസങ്ങളോളം ഞാനും അമ്മയും IG ഓഫീസിന് മുന്നിൽ കാത്തിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. പോലീസുകാർ പാവപ്പെട്ട ജനങ്ങളോട് കാണിക്കുന്ന നീതികേട് കണ്ട് ഞാനന്ന് ഒരു പോലീസ് ജീപ്പിൻ്റെ ഗ്ലാസ് കല്ലെറിഞ്ഞ് തകർത്തിരുന്നു. അതിന് ഞാൻ 2 ദിവസം ലോക്കപ്പിൽ കിടന്നിട്ടുണ്ട്. അതും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ. കോടതിയിൽ ഹാജരാക്കി എന്നെ പിന്നീട് മൈനർ എന്ന നിലയിൽ വെറുതെ വിടുകയായിരുന്നു. അന്ന് എൻ്റെ അമ്മയുടെ കരച്ചിൽ കണ്ടിട്ടാവാം എന്നെ അന്ന് ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പറഞ്ഞു വിടാത്തത്. അങ്ങനെ ആയിരുന്നേ ഞാനിന്ന് വല്ല ഗുണ്ടാ നേതാവായനെ. ശ്യാം ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കോടതിയിൽ നിന്നും ഇറങ്ങാൻ നേരം ഹരിദാസ് സാർ വീണ്ടും എന്നെ ഉപദേശിച്ചു. ഇത്തവണ ഉപദേശത്തിൽ ഭീഷണിയുടെ സ്വരം കലർന്നിരുന്നു. പിന്നീട് എൻ്റെ അമ്മയുടെയും അനിയത്തിയുടെയും ജീവന് വേണ്ടി എൻ്റെ അച്ഛൻ രാപ്പകലിരുന്ന് തയ്യാറാക്കിയ ലേഖനം അടങ്ങുന്ന ഫയൽ എനിക്കും അമ്മയ്ക്കും അവരെ ഏൽപ്പിക്കേണ്ടി വന്നു. പക്ഷേ എഡിറ്റ് ചെയ്യാത്ത ഒറിജിനൽ പ്രൂഫ് അത് ഞാൻ മാറ്റിവെച്ചിരുന്നു. അതെനിക്ക് ഭാവിയിൽ ഉപയോഗിക്കണം എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത്. അതിൻ്റെ കൂടെ കുറച്ച് വീഡിയോസ് അടങ്ങുന്ന ഒരു പെൻഡ്രൈവും അച്ഛൻ്റെ പക്കലുണ്ടായിരുന്നു. അത് ഞാൻ കൊടുത്തിരുന്നില്ല. വാശിയായിരുന്നു എനിക്ക് പലരോടും. എൻ്റെ രക്തത്തിൽ എൻ്റെ അച്ഛൻ്റെ ഗുണങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ടായത് കൊണ്ടാവാം ഞാൻ പതറാതെ ജീവിച്ചു. അമ്മയ്ക്ക് വേണ്ടിയാണ് ഇഷ്ടമില്ലാത്ത കോഴ്സ് തിരഞ്ഞെടുത്തത്. തുടർന്നുള്ള ജീവിതയാത്രക്കിടയിൽ കൂടപ്പിറപ്പ് പോലത്തെ 3 കൂട്ടുകാർ, അത് മതിയായിരുന്നു എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ. അവരോട് ഞാൻ എല്ലാം പറഞ്ഞു. എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ അവരാണ് എനിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്നത്. ആദിയുടെയും പ്രിയയുടെയും വീഡിയോ ലീക്കായ സമയത്താണ് ആ പഴയ DCPയെ ഞാൻ വീണ്ടും കാണുന്നത്. എന്നെ അങ്ങേർക്ക് മനസ്സിലായില്ല. പക്ഷേ എനിക്ക് ആ മുഖം അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. അവിടെ നിന്നായിരുന്നു ഞങ്ങൾ കള്ളം മാറ്റിപ്പിടിച്ചത്. അത്രയും പറഞ്ഞ് ശ്യാം നിർത്തി. ഇതൊക്കെ കേട്ട് ഷോക്കിൽ പൂജ അവനെ നോക്കി. ശ്യാമേട്ടാ, നിങ്ങൾ പറഞ്ഞ DCP ഹരിദാസ് സാർ അതെൻ്റെ അച്ഛനല്ലേ? യെസ്, അന്നത്തെ DCP ഹരിദാസ് സാറാണ് ഇന്നത്തെ DGP ഹരിദാസ്, നിൻ്റെ അച്ഛൻ. അപ്പോൾ നിങ്ങൾ എൻ്റെ അച്ഛനോട് പകരം വീട്ടാൻ വേണ്ടിയാണോ എന്നെ സ്നേഹിച്ചത്? അപ്പോൾ എന്നോടും ആ പകയുണ്ടാവും അല്ലേ? ഞാൻ അത്രയ്ക്കും ചീപ്പൊന്നുമല്ല. നിന്നോട് എനിക്ക് പകയോ? നിന്നെ സ്നേഹിച്ചതേ ഇഷ്ടം കൊണ്ട് തന്നെയാ. നിന്നോട് എനിക്ക് പ്രണയം മാത്രമേ ഉള്ളൂ. നിൻ്റെ അച്ഛനോട് എനിക്ക് പകയൊന്നുമില്ല. നിൻ്റെ അച്ഛനടങ്ങുന്ന പോലീസുകാരെ അന്ന് രാഷ്ട്രീയക്കാരുടെ വാലാട്ടിപ്പട്ടികളായിരുന്നു. നിൻ്റെ അച്ഛൻ മുകളിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷെ ഒരു 13-കാരന് ഒരു തുള്ളി വെള്ളം പോലും തരാതെ ലോക്കപ്പിലിട്ടപ്പോൾ നിൻ്റെ അച്ഛനായിരുന്നു അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. അതൊരിക്കലും ഞാൻ മറക്കില്ല. അന്നേരം അവൻ്റെ കണ്ണുകൾ രക്തവർണ്ണമായി. എനിക്കിപ്പോഴും പോലീസിനോട് പുച്ഛം മാത്രമേ ഉള്ളൂ. കരുതിക്കൂട്ടി തന്നെയാണ് നിന്നെ ഞാൻ സ്നേഹിച്ചത്. നമ്മുടെ സ്നേഹത്തിൻ്റെ പുറത്ത് നിനക്ക് വേണ്ടി നിൻ്റെ അച്ഛൻ എന്നെ പാർട്ടിയിലേക്ക് റെക്കമെൻഡ് ചെയ്തു. കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കുക, അല്ലെങ്കിൽ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുക. ഗോകുൻ്റെ ഐഡിയ ആയിരുന്നു. നിൻ്റെ അച്ഛൻ അവർക്ക് അന്ന് ഒരുപാട് സഹായം ചെയ്തത് കൊണ്ടാവാം പാർട്ടിയിൽ കയറിയ ഉടനെ എനിക്ക് ഇലക്ഷനിൽ മത്സരിക്കാനും പറ്റി. വിജയിച്ചു, MLA ആയി. കുറഞ്ഞ നാളുകൾ കൊണ്ട് പാർട്ടിയുടെയും ജനങ്ങളുടെയും പ്രീതി പിടിച്ചു പറ്റാനും എനിക്കായി. അതുകൊണ്ട് തന്നെയാണ് അടുത്ത മാസം നടക്കുന്ന ഇലക്ഷനിൽ എനിക്ക് വിജയ സാധ്യതയുള്ള മണ്ഡലം തന്നെ പാർട്ടി ഓഫർ ചെയ്തത്. ഇനിയാണ് ഞാൻ കളി തുടങ്ങുന്നത്. ഇലക്ഷന് മുൻപ് ഞാനൊരു നിബന്ധന ഇറക്കും. ജയിച്ച ആഭ്യന്തരം എനിക്ക് വേണം. ഓഫ് കോഴ്സ് അവർ ഉറപ്പായത് നിരസിക്കും. ആ സമയത്ത് ഞാൻ എൻ്റെ തുറുപ്പ് ചീട്ടായ കയ്യിലുള്ള തെളിവുകൾ അവർക്ക് മുന്നേ നിരത്തും. അന്നത്തെ 2 നേതാക്കൾ ഇപ്പോൾ പാർട്ടിയിലെ മുതിർന്ന അംഗങ്ങളും നിലവിലെ മന്ത്രിമാരുമാണ്. ഇക്കാര്യം ജനങ്ങൾ അറിഞ്ഞ രണ്ടിനെയും പച്ചക്ക് കത്തിക്കുമെന്ന് മാത്രമല്ല, പാർട്ടിയുടെ അടിത്തറ വരെ ഇളകും. ഇലക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ഈ ഒരു ന്യൂസ് പുറത്തു പോയാൽ തോൽവി ഉറപ്പാണ് എന്ന് മാത്രമല്ല, പ്രതിപക്ഷം കേരളം തൂത്തുവാരും. അതുകൊണ്ട് അവർ ഉറപ്പായും എൻ്റെ ആവശ്യം അംഗീകരിക്കും. എനിക്ക് അധികാരം വേണം. എന്നെ ആട്ടി ഓടിച്ച പോലീസുകാരെ കൊണ്ട് സല്യൂട്ട് ചെയ്യിപ്പിക്കുകയും വേണം.
നീതി വാങ്ങിത്തരുമെന്നും പറഞ്ഞ് ഞാൻ അച്ഛന് കൊടുത്ത ആ വാക്ക് അതെനിക്ക് പാലിക്കണം. എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അതും എനിക്ക് പാലിക്കണം. എൻ്റെ അമ്മയുടെ കണ്ണുനീരിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും വില പലരെയും അറിയിച്ചു കൊടുക്കണം. എൻ്റെ അനിയത്തിക്ക് നിഷേധിച്ച ബാല്യവും അച്ഛൻ്റെ സ്നേഹവും ഒരേട്ടനെന്ന നിലയിൽ എനിക്കാവോളം കൊടുക്കുകയും വേണം. നമ്മുടെ നാടിന് വേണ്ടിയും ഇവിടുത്തെ വഞ്ചിക്കപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടിയും ശബ്ദമുയർത്തി ഒടുവിൽ ഒരു നീചൻ്റെ കത്തിയുടെ മുൾമുനയിൽ തൻ്റെ ജീവനും ജീവിതവും സ്വപ്നവും ഒക്കെയും ഒരൊറ്റ നിമിഷം കൊണ്ട് അടിയറവ് പറയേണ്ടി വന്ന ധീരനായ പത്രപ്രവർത്തകൻ രാഘവൻ്റെ മകൻ ശ്യാം രാഘവ് എന്ന പേരിൽ എനിക്ക് കുറച്ചുനാൾ അധികാര കസേരയിൽ ഇരിക്കണം. അതിൻ്റെ കൂടെ നിന്നെയും നമ്മുടെ കുഞ്ഞിനെയും സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് നല്ലൊരു ഭർത്താവായും അച്ഛനുമായും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം. അത് കഴിഞ്ഞ് ഞാൻ രാഷ്ട്രീയമൊക്കെ ഉപേക്ഷിച്ചു വീണ്ടും അമ്മമാരുടെ കൂടെ ചേർന്ന് അടിച്ചു പൊളിക്കും. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നിങ്ങൾ അവർ വെറുതെ വിടുമോ? നിങ്ങളുടെ അമ്മയുടെയും അനിയത്തിയുടെയും വിധി എനിക്കും കുഞ്ഞിനും വാങ്ങിത്തരാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പൂജ നിറകണ്ണാലെ പറഞ്ഞു. പൂജ ഇത് പറയുമ്പോഴേക്കും ശ്യാമിൻ്റെ കാർ ആദിയുടെ വീടിൻ്റെ ഗേറ്റ് കടന്നിരുന്നു. തനിക്ക് എല്ലാത്തിനും തൻ്റെ കൂട്ടുകാരുണ്ടെന്നും അവർക്ക് ഇതൊക്കെ അറിയാമെന്നും ഇനി ഇതിനെപ്പറ്റി മിണ്ടാൻ പാടില്ല എന്നും പറഞ്ഞ് ശ്യാം വണ്ടിയിൽ നിന്നിറങ്ങി പൂജയ്ക്ക് നേരെ കൈ നീട്ടിയതും അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ്റെ കയ്യിലേക്ക് കൈ ചേർത്ത് വെച്ചു. പൂജയും ശ്യാമും കൂടി എത്തിയതോടെ അവിടെ ഒന്നുകൂടി കളറായി. പ്രിയക്കൊരു മങ്ങിയ ചിരി സമ്മാനിച്ചു. അവളുടെ കയ്യിൽ നിന്ന് ജ്യൂസ് വാങ്ങി അത് കുടിക്കാതെ സെറ്റിയിൽ നിന്ന് എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുന്ന പൂജയെ ശ്യാം കണ്ണുരുട്ട് നോക്കിയതും അവൾ ജ്യൂസ് കുടിച്ചു എന്ന് വരുത്തി തീർത്തു. എല്ലാവരും എത്തിയില്ലേ? ഭക്ഷണം വിളമ്പട്ടെ? അയ്യോ അമ്മ, ഒരു 15 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യും. ഇനിയും 3 പേര് വരാനുണ്ട്. ആദിയുടെ അമ്മയുടെ ചോദ്യം കേട്ട് ആദ്യ തൻ്റെ ഫോൺ എടുത്ത് ഡയൽ ചെയ്ത് ചെവിയോടെ അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. മുറ്റത്തൊരു കാർ വന്ന് നിന്നതും ആദ്യ പ്രിയയുടെയും കൈയും പിടിച്ച് അങ്ങോട്ട് നടന്നു. കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ദേവിനെ കണ്ട് പ്രിയ ആദിക്ക് നേരെ കൂർപ്പിച്ചൊരു നോട്ടം നൽകി. അപ്പോഴേക്കും കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ തുറന്ന് മുകുന്ദൻ സാറും വന്നു. ദേവ് വണ്ടിയുടെ പിൻസീറ്റിൽ നിന്നും ഒരുപാട് സാധനങ്ങളും കൈ പിടിച്ച് വരുന്നത് കണ്ടതും ആദ്യ പ്രിയയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ ബട്ടർഫ്ലൈ പോയി അച്ഛൻ്റെ കയ്യിൽ നിന്ന് അതൊക്കെ വാങ്ങിക്ക്, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് 2 പേർക്കും പോവാം എന്നും പറഞ്ഞ് ആദ്യ അവളുടെ കൈയും പിടിച്ച് കാറിനരികിലേക്ക് നടന്നു. ഹായ് അങ്കിൾ. ഹായ് പ്രിൻസ് സർ, വരൂ. അന്നേരം ഇരുവരും ആദ്യക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു. പ്രിയ ആണെങ്കിൽ ഇരുവരെയും കണ്ട ഷോക്കിൽ കിളി പോയി നിൽക്കുന്നുണ്ട്. ദേവ് പ്രിയയെ ഒന്ന് നോക്കി. പ്രിയ, അച്ഛൻ്റെ കയ്യിൽ നിന്ന് അതൊക്കെ ഒന്ന് വാങ്ങിക്ക്, നീ എന്താ സ്റ്റാച്ച് കളിക്കുകയാണോ? ആദ്യം പറഞ്ഞത് കേട്ടതും പ്രിയ ദേവിനെ ഒന്ന് നോക്കി അതൊക്കെ വാങ്ങിച്ചു. അന്നേരം ഇരുവരും ഒന്നും മിണ്ടിയില്ല. മോളെ, നിന്റെ ഓർമ്മ ഇപ്പോഴും തിരിച്ചു കിട്ടിയില്ലേ? എന്നെ കണ്ടിട്ടൊന്നും മൈൻഡ് ചെയ്യുക പോലും ചെയ്യുന്നില്ലല്ലോ. 18 വർഷം ഞാൻ നിന്റെ ഗാർഡിയൻ ആയിരുന്നു. ഇപ്പം ഞങ്ങളെയൊക്കെ നിനക്ക് വേണ്ടാതായോ? മുകുന്ദൻ പറഞ്ഞു. എനിക്കെല്ലാം ഓർമ്മയുണ്ട് അങ്കിൾ. അങ്കിൾ അകത്തേക്ക് വരൂ. അയാളോട് അതും പറഞ്ഞ പ്രിയ ദേവിനെ ശ്രദ്ധിക്കാതെ നടന്നു. ശങ്കറിനെ കണ്ടതും മുകുന്ദൻ അകത്തേക്ക് നടന്നു. ദേവ് അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടപ്പോൾ ആദ്യം അയാളെ ഒന്ന് നോക്കി. അകത്തേക്ക് വരൂ അങ്കിൾ. പ്രിയ, അവൾ പുറമേ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അങ്കിളിനോട് അവൾക്ക് സ്നേഹമൊക്കെ ഉണ്ട്, പിന്നെ ചെറിയൊരു വാശി, അതാണ് ഇങ്ങനെ പെരുമാറുന്നത്. അങ്കിൾ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് അങ്കിളോട് അവൾ സംസാരിച്ചിരിക്കും. അങ്കിളുടെ ആഗ്രഹം പോലെ ഞങ്ങൾ 2 പേരും അങ്കിളുടെ കൂടെ 2 ദിവസം താമസിക്കുകയും ചെയ്യും. ആദിക്ക് എങ്ങനെയാണ് ഇപ്പോഴും എന്നോട് ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നത്? ഞാൻ ആദിയെ ദ്രോഹിച്ചിട്ടല്ലേ ഉള്ളൂ. ഞാൻ ആദിയെ മനസ്സിലാക്കാൻ വൈകിപ്പോയി, സോറി. അതും പറഞ്ഞ അയാൾ ആദിയെ ഇറുകെ പുണർന്നു. ഇരുവരും പുണർന്നു നിൽക്കുന്നത് പ്രിയ വിൻഡോയിൽ കൂടി നോക്കി കാണുകയായിരുന്നു. ആരാദ്യനി വരാനുള്ള ഒരു ക്ലൂ തന്നെ. ഗോകുൽ അത് പറഞ്ഞ് നാക്കകത്തേക്ക് ഇട്ടിട്ടില്ല. അതിനു മുൻപേ മുറ്റത്തൊരു കാർ നിർത്തുന്ന ശബ്ദം കേട്ട് ആദ്യം അങ്ങോട്ട് പോയി.